അവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിങ്കി നന്ദയെ വിവാഹ വാർഷികത്തിന് ക്ഷണിക്കുകയാണ്. അപ്പോൾ നന്ദ പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് വരില്ല എന്ന്. അന്നേരം കുറച്ച് നേരം നന്ദ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുവാണ്. അതിനുശേഷം പിങ്കിയോട് പറയുന്നുണ്ട് ഞാൻ ഒരു കാരണവശാലും ഞാൻ അവിടേക്ക് വരില്ലെന്ന്. അന്നേരം പിങ്കി പറയുന്നുണ്ട് പ്ലീസ് നന്ദ നീയും ഗൗരിയായിട്ട് ഇവിടേക്ക് വരണം പ്ലീസ് എന്ന് പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് ഇവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വന്നില്ലെങ്കിൽ നന്ദമോന് ഒരുപാട് അത് വിഷമാവും. അതുകൊണ്ട് നിങ്ങൾ എന്തായിരുന്നാലും വരണമെന്ന് പിങ്കി പറയുന്നു. അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ വരില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫംഗ്ഷന് ഞാൻ പങ്കെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. എന്തായിരുന്നാലും ബന്ധുക്കളുടെ ലിസ്റ്റിലോ സുഹൃത്തുക്കളുടെ ലിസ്റ്റിലോ ഞാനില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിവാഹ വാർഷികത്തിന് ക്ഷണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല എന്ന് പറയുന്നു. എന്നിട്ടും പിങ്കി റിക്വസ്റ്റ് ചെയ്യാണ് വരണമെന്ന്. അന്നേരം നന്ദ പറയുവാണ് ഞാൻ വരില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നത്? എനിക്ക് വേറെയും കുറേ തിരക്കുകളുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എന്നിട്ട് നന്ദ ഫോൺ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ വയ്ക്കുന്നതിന് മുൻപ് തന്നെ മാരീഡ് ലൈഫ് എന്നിട്ട് ഫോൺ വെച്ചിട്ട് നന്ദ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. നന്ദയ്ക്ക് ഒട്ടും ഇത് ഉൾക്കൊള്ളാനോ ഒട്ടും വിഷമം സഹിക്കാനോ കഴിയുന്നില്ല. എല്ലാം കടിച്ചമർത്തി നിൽക്കുവാണ്. ഈ സങ്കടക്കടലിലേക്കാണ് നന്ദ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നന്ദയ്ക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിയും നന്ദമോനെയാണ്. ലക്ഷ്മിയും നന്ദമോനും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ലക്ഷ്മിയും മോനും കൂടെ സംസാരിക്കുകയാണ്. വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അന്നേരം നന്ദമോൻ ചോദിക്കുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറി പായസമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് പിങ്കിയും ഗൗതവും എത്തുന്നത്. അപ്പോൾ ചോദിക്കുവാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മോൻ അന്വേഷിക്കുകയാണെന്ന്. പായസം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം പറയുന്നുണ്ട് അതിന് ഇത് വലിയ ഫംഗ്ഷനൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മി ചോദിക്കുകയാണ് വിളിക്കേണ്ടവരെയെല്ലാം വിളിച്ചോ മോനെ എന്ന്. അന്നേരം ഗൗതം പറയുവാണ് അങ്ങനെ ഒരുപാട് പേരെയൊന്നും വിളിക്കുന്നില്ലല്ലോ അമ്മയെന്ന്. അന്നേരം നന്ദമോൻ പറയുവാണ് അച്ഛ വേറെ ആരെ വിളിച്ചില്ലെങ്കിലും ഗൗരിമോളെയും ഡോക്ടർ അനിയും വിളിക്കണമെന്ന്. ആ സമയത്ത് ഗൗതത്തിൻ്റെ മുഖം അങ്ങ് മങ്ങുന്നുണ്ട്. അന്നേരം മിണ്ടാതെ നിൽക്കുവാണ് ഗൗതം. അപ്പോൾ നന്ദമോൻ ചോദിക്കുന്നുണ്ട് എന്താ പപ്പ ഒന്നും മിണ്ടാതെ വിളിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം ഒന്നും മിണ്ടുന്നില്ല, ഇത്തിരി ഗൗരവത്തിലൊക്കെ ഇരിക്കുവാണ് അവിടെ. അന്നേരം ലക്ഷ്മി പറയുവാണ് മോൻ്റെ പപ്പ മോനെ കാണിക്കാൻ വേണ്ടി വെറുതെ ഗൗരവം കാണിക്കുന്നതാണെന്ന്. അതോ പപ്പയ്ക്ക് നന്ദമോനെ ഇഷ്ടമില്ലേ എന്നൊക്കെ നന്ദമോൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുവാണ് പപ്പയ്ക്ക് ഒരു ഇഷ്ടക്കേടും ഇല്ല, നന്ദമോനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ് മോനെ പപ്പയ്ക്ക് ഇഷ്ടമാണെന്ന് കരുതി മോൻ പറയുന്നതെല്ലാം അനുസരിക്കാൻ പപ്പയ്ക്ക് കഴിയില്ല എന്ന്. മോൻ പറയുന്നതെല്ലാം ചെയ്തു തരുമെന്നും വിചാരിക്കരുത്, ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദമോൻ ചോദിക്കുവാണ് എന്താ ഡോക്ടർ ആൻറ്റിയും ഗൗരിമോളും അവർ വന്ന ഒരു കുഴപ്പമില്ല, അവർ വരട്ടെ എന്ന് തന്നെ പറയുവാണ്. ഇവർ രണ്ടുപേരും കൂടെ തർക്കിക്കുമ്പോഴത്തേക്ക് പിങ്കി ചോദിക്കുവാണ് എന്തിനാ ഗൗതം ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന്. അവൻ എന്താ സമ്മതിച്ചു കൊടുത്തോന്ന് വെച്ച് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പിങ്കി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിരുന്നിട്ട് ഗൗതം പറയുവാണ് ആ ശരി ഞാൻ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദമോന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അവൻ ഓടി വന്ന് ഗൗതത്തെ കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ലവ് യു പപ്പ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നന്ദമോൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പിങ്കി ചോദിക്കുവാണ് എന്തിനാ ഗൗതം ഇങ്ങനെ വാശി പിടിക്കുന്നത്, അവൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി. ആ സമയത്ത് ലക്ഷ്മി ചോദിക്കുവാണ് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം ഗൗരിയും നന്ദയും ഇവിടേക്ക് വരണമെന്ന്. അന്നേരം പിങ്കി ചോദിക്കുവാണ് അമ്മയ്ക്ക് എന്താ നിർബന്ധമുണ്ട് അവരിവിടെ വരണമെന്ന്. അപ്പോൾ ലക്ഷ്മി പറയുവാണ് എനിക്കൊരു നിർബന്ധമില്ല, എനിക്ക് അവളുടെ മുഖം കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ മുഖം ഒരിക്കലും ഇനി കാണാൻ വരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നു. അവൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയാൽ മതി, അതാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ലക്ഷ്മി പറയുമ്പോഴത്തേക്ക് ഗൗതം ചോദിക്കുന്നുണ്ട് അങ്ങനെ നന്ദ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ ഇവിടുത്തെ എല്ലാ ഫംഗ്ഷനുകളിലും നന്ദയെ വിളിക്കുന്നത്? അന്നേരം രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് പിങ്കി ലക്ഷ്മിയും. എന്നിട്ട് ഗൗതം ഇങ്ങനെ നോക്കിയിട്ട് പറയണം അപ്പോൾ രണ്ടുപേരും ചേർന്നുള്ള കളിയാണല്ലേ ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിങ്കി ചോദിക്കണം എന്താ ഗൗതം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ഞാൻ
എങ്കിൽ പറയുവാണ് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് ഗൗതം അന്നേരം പറയുകയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. നന്ദയെ കണ്ടാൽ ഞാൻ ഉടനെ അവളെ അടുത്തേക്ക് പോകുമെന്നോ അതോ അവളെ ഞാൻ സ്വീകരിക്കുമെന്നോ അങ്ങനെയൊക്കെയാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഗൗതം ചോദിക്കുവാണ്. അന്നേരം പിങ്കി പറയുവാണ്, വേണ്ട ഗൗതം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ആ കാര്യങ്ങളൊന്നും പറഞ്ഞിനി സംസാരിച്ച് മുന്നോട്ട് പോകണ്ട, അതവിടെ നിർത്തിയേക്കൂ എന്ന് പറയുന്നുണ്ട് പിങ്കി. എന്നിട്ട് ലക്ഷ്മി പറയുവാണ്, അവൾ ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞു എന്താ കുഴപ്പം, അവൾ ഇവിടെ വരട്ടെ, വന്നിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണട്ടെ എന്ന് ലക്ഷ്മി ഗൗതത്തിനോട് പറയുവാണ്. അവൾ ഇവിടേക്ക് വന്ന എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ ജീവിക്കണം. എന്നിട്ട് ഇവരെ സംസാരമെല്ലാം കഴിഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും പിങ്കി പറയുവാണ്, നന്ദ ഇവിടേക്ക് വരില്ല എന്ന്. സമയത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്താ, നീ വിളിച്ചായിരുന്നു അവളെ? അന്നേരം പിങ്കി പറയുവാണ്, ഞാൻ അവളെ വിളിച്ചായിരുന്നു, പക്ഷെ അവൾ വരില്ലെന്നാ പറഞ്ഞതെന്ന്. ആ സമയത്ത് ലക്ഷ്മി പറയുവാണ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നിനക്ക് അവളെ ഒന്ന് നിർബന്ധിപ്പിക്കായിരുന്നല്ലോ. ആ സമയത്ത് പിങ്കി പറയുവാണ്, അങ്ങനെ നിർബന്ധിച്ചാലൊന്നും നന്ദയുടെ വാശി മാറുകയില്ല. അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറുകയുമില്ല. നന്ദ ഒരു തീരുമാനം എടുത്താൽ അത് മാറുകയില്ല. വ്യക്തമായി എല്ലാ കാര്യങ്ങളിലും തീരുമാനമുള്ള ഒരു വ്യക്തിയാണ് നന്ദ എന്ന് പിങ്കി പറയുന്നു. നന്ദ വരില്ലല്ലോ, ഈ ആഘോഷങ്ങളൊന്നും അവളെ കാണിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ്. ഗൗതം ഇത് കേട്ട് മിണ്ടാതെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുമോനെയാണ്. നന്ദുമോൻ ഗൗരിയെ വിളിക്കുകയാണ് ഫംഗ്ഷന് വേണ്ടി വരാനായിട്ട്. ഗൗരിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ആ സമയത്ത് ഗൗരിമോള് ചോദിക്കുവാണ്, ഇന്ന് എന്തോ നല്ല സന്തോഷത്തിലാണല്ലോ നന്ദുമോൻ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നമുക്ക് നാളെ കാണാമല്ലോ, ഇതിന്റെ സന്തോഷമാ. ആ സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ നാളെ കാണാൻ പറ്റുന്നത്? ഒന്നുകിൽ നന്ദമോൻ ഇങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരണം, ഏതെങ്കിലും നടക്കുമോ? ആ സമയത്ത് നന്ദമോൻ പറയുവാണ്, ആ വരുവന്നേ, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും. നാളെ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ വലിയ ഫംഗ്ഷൻ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്, നിങ്ങളെയും വിളിക്കും. ആ സമയത്ത് ഗൗരിമോള് ചോദിക്കുവാണ്, ഞങ്ങളെയും വിളിക്കുമോ? ഇതുവരെയും ആരും വിളിച്ചില്ലല്ലോ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, വിളിക്കുമെന്നേ, എൻ്റെ അമ്മയും പപ്പയും എല്ലാവരും വിളിക്കും, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അങ്ങനെ പറയുന്നു. അതിനുശേഷം ഗൗരി ചോദിക്കുവാണ്, ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരണ്ടേ എന്ന്. ആ സമയത്ത് നന്ദുമോൻ പറയുവാണ്, ഗിഫ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി. അങ്ങനെ നന്ദുവും പറയുന്നുണ്ട്. പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കാണിക്കുന്നത്. ബലൂണെല്ലാം വീർപ്പിക്കുന്നുണ്ട് മഹേശ്വരനും പവിത്രയും കൂടി. ആ സമയത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, മഹേശ്വരനേട്ടാ, ആ കേക്ക് വന്നിട്ടുണ്ട്, ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് പവിത്ര ബലൂൺ പെരുകിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുവാണ്, എടി മോളെ, നീ ഇങ്ങനെ എപ്പോഴും ബലൂൺ വീർപ്പിക്കല്ലേ, എനിക്ക് ശ്വാസം മുട്ടും എന്ന് പറയുന്നു. ആ സമയത്ത് പവിത്ര പറയണ, എനിക്ക് അങ്ങനെയൊന്നും കുഴപ്പമില്ല, ഞാൻ ഇതിനു മുൻപ് ഒരുപാട് ബലൂൺ വീർപ്പിച്ചിട്ടുള്ളതാണെന്ന്, എനിക്ക് അത് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി ചോദിക്കുവാണ്, അതുപോലെയാണോ, നീ ഇപ്പോൾ ഗർഭിണിയല്ലേ, നീ അതങ്ങ് മറന്നു പോയോ എന്ന് ലക്ഷ്മി ചോദിക്കുവാണ്. ആ സമയത്ത് പവിത്ര പറയുവാണ്, ഞാനതെങ്ങനെയാ മറന്നു പോകാതിരിക്കുന്നത്, എന്നെ ഇവിടെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ്, ആരും പരിഗണിക്കാത്തത് കൊണ്ടാണോ രാവിലെ മോഹിനി ഏത്തപ്പഴം മുട്ടയായിട്ട് നിന്റെ അടുത്തേക്ക് വന്നത്? ആ സമയത്ത് പവിത്ര പറയുവാണ്, അതുണ്ട്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, മൊത്തത്തിലുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഊ ഊ ഊ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് നന്ദമോൻ ഗൗരി വരുന്നതും കാത്ത് പുറത്തിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അന്നേരം ഗൗതം പുറകിൽ കൂടെ വന്ന് കണ്ണ് പൊത്തുമ്പോഴത്തേക്ക് നന്ദമോൻ വിളിക്കുവാണ് പപ്പ എന്ന്. അപ്പോൾ ഗൗതം ചോദിക്കുവാണ്, ആ മിടുക്ക, നീ എങ്ങനെയാ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നന്ദമോൻ ചോദിക്കുവാണ്, പപ്പ സിഗരറ്റ് വലിച്ചില്ലേ എന്ന്. ആ സമയത്ത് ഗൗതം പറയും, അയ്യോ പയ്യെ പറ, ആരും കേൾക്കണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നുണ്ട്. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ്, പപ്പയും മോനും കൂടെ ഇവിടെ എന്താ പരിപാടി എന്ന്. ആ സമയത്ത് നന്ദമോൻ പറയുവാണ്, ഞാനിവിടെ ഗൗരി വരുന്നത് നോക്കിയിരിക്കുവായിരുന്നു. ആ സമയത്ത് പിങ്കി പറയുവാണ്, അവരെപ്പോഴെങ്കിലും വന്നോളും മോനെ, നമുക്ക് അകത്ത് പോയി ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബലൂണൊക്കെ ഒട്ടിക്കണ്ടേ, വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പിങ്കി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദമോൻ പറയുവാണ്, ഇല്ല, ഞാൻ ഗൗരി വന്നിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗതവും വിളിക്കുന്നുണ്ട് മോനെ അകത്തോട്ട് വരാൻ. മോൻ വരാൻ തയ്യാറാകുന്നില്ല. എന്നിട്ട് പറയുവാണ്, ഗൗരി വന്നിട്ടേ വരത്തുള്ളൂ എന്ന്. ആ സമയത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഗൗതം പറയുവാണ്, അവര് വരത്തില്ലെന്ന്. ആ സമയത്ത് നന്ദമോൻ ചോദിക്കുവാണ്, അതെന്താ വരാത്തെ, നിങ്ങൾ അവളെ വിളിച്ചില്ലേ? ആ സമയത്ത് പിങ്കി പറയുവാണ്, വിളിച്ചായിരുന്നു, ആ സമയം തന്നെ ഡോക്ടർ ആൻറ്റി പറഞ്ഞിരുന്നു വരാൻ കഴിയില്ല എന്ന്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് മോനത് വിശ്വാസമാകുന്നില്ല. ആ സമയത്ത് നന്ദമോൻ പറയുവാണ്, ഡോക്ടർ ആൻറ്റി ഒരിക്കലും അങ്ങനെ പറയത്തില്ല, അമ്മ വിളിച്ചു കാണത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിങ്കി പറയുവാണ്, വിളിച്ചിരുന്നു മോനെ എന്ന്. ആ സമയത്ത് നന്ദമോൻ ചോദിക്കുവാണ്,
ഗൗതത്തോട് പപ്പ വിളിച്ചില്ലായിരുന്നു അവരെ, പപ്പ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അന്നേരം ഗൗതം അമ്മ വിളിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞവരെ എന്തിനാ മോനെ ഞാൻ വിളിക്കുന്നേ, അതുകൊണ്ടാ വിളിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാ വിളിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ നന്ദമോൻ പറയുവാണ് പപ്പ വിളിച്ചില്ലല്ലോ അതുകൊണ്ടാ വരാത്തതെന്ന് നന്ദമോൻ പറയുന്നുണ്ട്. പപ്പ വിളിച്ചിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും വരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാനിനി ആരുടെ മിണ്ടില്ല കൂടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പിങ്കി ചോദിക്കുവാണ് എന്തിനാ ഗൗതം അവനെ ഇത് അറിയിച്ചത്, അവനെ ഇത് അറിയിക്കണ്ടായിരുന്നു എന്ന് പിങ്കി പറയുന്നു. ആ സമയത്ത് ഗൗതം പറയുവാണ് അവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് വരില്ല എന്ന് അവൻ അറിയുമ്പോൾ അവന് അത് ഒരുപാട് വിഷമാകത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഗൗരി മോളും ഫംഗ്ഷന് പോകുന്നില്ല എന്ന് അറിയുമ്പോൾ അവളും മുഖം വേർപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയം നന്ദ ചോദിക്കുവാണ് നീ എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്, അവരുടെ ഫാമിലി ഫംഗ്ഷന് നമ്മൾ എന്തിനാ പോകുന്നേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗൗരിമോള് പറയുവാണ് നല്ല രസം ഉണ്ടായിരിക്കും അമ്മേ, എല്ലാരെയും കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ് ഒരു കാരണവശാലും ഇവിടെ നിന്നാരും പോകുന്നില്ല എന്ന്, ഇതിന്റെ പേരിൽ നീ മുഖം വീർപ്പിച്ചിരിക്കേണ്ട, അകത്ത് വന്ന് ഫുഡ് കഴിക്കുന്നീ എന്ന് നന്ദ പറയുവാണ് ഗൗരിയോട്. ആ സമയത്ത് ഗൗരി പറയുകയാണ് ഞാൻ ഫുഡ് കഴിക്കത്തില്ല അമ്മയെന്ന്. ആ സമയത്ത് നന്ദ പറയുവാണ് കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, വിശക്കുമ്പോൾ തനിയെ വന്ന് കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നന്ദ അങ്ങ് കയറി പോവുകയാണ്. നന്ദ ഇത്തിരി വാശിയിലാണ്. പിന്നെ കാണിക്കുന്നത് നന്ദമോനെയാണ്. നന്ദമോൻ റൂമിൽ കയറി വാതിലടച്ച് നിൽക്കുവാണ്. പിങ്കി പുറത്ത് വന്ന് വിളിച്ചിട്ട് ഒട്ടും തുറക്കുന്നില്ല. ഗൗരിയും ഡോക്ടർ ആന്റിയും വരാതെ വാതിൽ തുറക്കത്തില്ലെന്നാണ് നന്ദമോൻ പറയുന്നത്. പിങ്കി കുറെ വിളിച്ച് മടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഗൗതം എത്തുന്നുണ്ട്. ഗൗതം ചോദിക്കുവാണ് എന്താ കാര്യമെന്ന്. ആ സമയത്ത് ഗൗതവും മാറി മാറി വിളിക്കുന്നുണ്ട്. അന്നേരം നന്ദമോൻ പറയുവാണ് പപ്പ പോയി വിളിച്ചിട്ടോ, പപ്പ പോയി വിളിച്ച് എന്തായാലും അവരും വരുമെന്ന് പറയുന്നുണ്ട്. അവരെ വിളിച്ചോണ്ട് വന്നാൽ മാത്രമേ ഞാൻ വാതിൽ തുറക്കത്തുള്ളൂ എന്ന് ഗൗതത്തിനോട് നന്ദമോൻ പറയുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ് ഗൗതം ഒന്ന് പോയി വിളിക്ക്. ആ സമയത്ത് ഗൗതം പറയുകയാണ് അതെങ്ങനെയാ പിങ്കി ഞാൻ പോയി അവരെ വിളിക്കുന്നത്, ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്ക് ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തോന്നത്തില്ലേ. ആ സമയത്ത് പിങ്കി പറയുവാണ് അങ്ങനെയൊന്നും തോന്നത്തില്ല, നമ്മുടെ മോന്റെ സന്തോഷമാണ് നമുക്ക് വലുത്, അവന്റെ സന്തോഷം കളഞ്ഞിട്ട് നമുക്കൊരാഘോഷവും വേണ്ടാന്ന് പിങ്കി പറയുന്നുണ്ട്. അതുകൊണ്ട് ഗൗതം പോയി വിളിക്ക് അവരെ എന്ന് പിങ്കി നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് പിങ്കി ഗൗതത്തിനെ പറഞ്ഞു വിടുന്നുണ്ട് അവിടെ നിന്ന്. എന്നിട്ട് മോനോടും പറയുന്നുണ്ട് മോൻ വിഷമിക്കണ്ട, ഞാൻ അവരെയും വിളിച്ചോണ്ട് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഗൗരിമോൾ ആകെ വിഷമിച്ച് കിടക്കുവാണ്. ഗൗതം ഇങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഗൗരിമോൾ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുവാണ്, പോകാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ. ആ സമയത്ത് ഗൗതം അവിടേക്ക് എത്തുന്നത് കണ്ട് എത്തിയിട്ട് ഗൗരിമോളേന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗരിമോള് പറയുകയാണ് പപ്പ വന്നു, ഞാൻ പപ്പയെ നോക്കിയിരിക്കുവായിരുന്നു, പപ്പ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, പപ്പ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കുമായിരുന്നു എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നന്ദ എത്തുന്നുണ്ട്. ആ സമയം നന്ദ ചോദിക്കുന്നുണ്ട് ഗൗതം സാർ എന്താ ഇവിടെ. അന്നേരം ഗൗതം പറയുകയാണ് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് എത്തിയതെന്ന്. ആ സമയത്ത് നന്ദ ചോദിക്കുവാണ് ഫംഗ്ഷൻ നടക്കുന്നു, എന്ത് ഫംഗ്ഷനാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗതത്തിന് പറയാനൊരു മടിയാണ്. എന്നിട്ട് വീണ്ടും നന്ദ ചോദിക്കുന്നുണ്ട് എന്ത് ഫംഗ്ഷനാന്ന് പറ ഗൗതം സാറേ എന്ന് നന്ദ നിർബന്ധിക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗരിമോള് പറയുവാണ് ഓ അമ്മയുടെ അടുത്ത് എത്ര തവണ പറഞ്ഞു ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെന്ന്, നന്ദന്റെ പപ്പയുടെയും അമ്മയുടെയും. ആ സമയത്ത് നന്ദ ചോദിക്കുവാണ് നിന്നോട് ആരെങ്കിലും ചോദിച്ചായിരുന്നോ. ആ സമയത്ത് ഗൗരിമോള് പറയുകയാണ് ആരെങ്കിലും അമ്മയുടെ അടുത്ത് മറുപടി പറഞ്ഞാൽ പോരെ, സംസാരിച്ച് സമയം കളയാൻ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാകാമെന്ന് പറയുന്നുണ്ട് ഗൗരിമോള്. ആ സമയത്ത് നന്ദ പറയുവാണ് ഈ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന്. എന്നിട്ട് ഗൗതം വീണ്ടും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുവാണ് നന്ദ പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദ ചോദിക്കുവാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ വന്ന് വിളിക്കുമായിരുന്നു, അതില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഗൗതത്തിനോട് നന്ദ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, ഗൗതം സാറ് പോകൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഗൗരി പറയുന്നുണ്ട് പറ്റില്ല എന്ന്, എനിക്ക് പോയേ പറ്റുള്ളൂ, എനിക്ക് പോകണമെന്ന് ഗൗരി വാശി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതം ചോദിക്കുവാണ് നന്ദയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഗൗരി മോളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന്, അവിടെ പോയിട്ട് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മോളെ തിരികെ കൊണ്ടുവിട്ടോളാം എന്ന് പറയുന്നുണ്ട് ഗൗതം. ആ സമയം നന്ദ പറയുവാണ് പറ്റില്ല, ഇവിടെ നിന്ന് ആരും വരുന്നില്ലെന്നല്ലേ ഗൗതം സാറിനോട് പറഞ്ഞത്. എന്നിട്ട് ഗൗരി മോളോട് പറയുകയാണ് നീ മര്യാദയ്ക്ക് അകത്തേക്ക് കയറി പോകുന്നു. അന്നേരം മോള് വഴക്കുണ്ടാവുകയാണ്. ആ സമയം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നന്ദ അവളെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ് നന്ദയോട് എന്തിനാ നന്ദ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കിടപ്പുണ്ട്, അതിന് ഇങ്ങനെ പിള്ളേരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് ഗൗതം. ആ സമയത്ത് ഗൗതം ചോദിക്കുകയാണ് ഞാൻ എന്താ ഗൗരിയോടും ചെയ്തത്,
അങ്ങനെ പറയുന്നുണ്ട് ഗൗതം. ആ സമയത്ത് നന്ദ പറയുവാണ് എനിക്കിനി ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നുണ്ട്. ഗൗതം സാറിന് പോകാം എന്നാണ് നന്ദ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ് ഗൗതം. പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ്. പിങ്കി വീണ്ടും കതകിലോട്ട് തട്ടി വിളിക്കുന്നുണ്ട് നന്ദമോനെ. എന്നിട്ട് പിങ്കി പറയണം മോനെ പപ്പ പോയി അവരെ വിളിച്ചു. എന്നിട്ട് നന്ദമോൻ ചോദിക്കുവാണ് അവരെന്താ വരില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ് മോൻ എന്തായാലും ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പപ്പ എന്തായാലും പോയി വിളിക്കാൻ പോയിട്ടുണ്ടല്ലോ, മോൻ ഡോക്ടർ ആൻറ്റിയെ ഒന്ന് വിളിക്കുക, അപ്പോൾ അറിയാലോ വരുമോ എന്നുള്ള കാര്യം. മോനൊന്ന് ആൻറ്റിയെ വിളിക്കുക, അന്നേരം അറിയാലോ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദു പറയുവാണ് ആ നോക്കാമെന്ന്. അങ്ങനെ മോനെ എങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഇത് പിങ്കി നോക്കുവാണ്. അങ്ങനെ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കുന്ന പിങ്കിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.